മലയാറ്റൂർ അതിരപ്പള്ളി വനമേഖലയിൽ പരിക്കേറ്റ കാട്ടാനക്കായുള്ള നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. ചികിത്സ ആവശ്യമെങ്കിൽ ലഭ്യമാക്കാൻ പ്രത്യേക ഡോക്ടർമാരുടെ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ആനയ്ക്ക് ചികിത്സ ആവശ്യമെന്ന് കണ്ടെത്തിയാൽ മയക്ക് വെടിവെക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തും. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, ഇപ്പോൾ കാട്ടാനയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? ചികിത്സ ആവശ്യമായി വരുമെന്ന് തന്നെയാണോ വനംവകുപ്പ് കരുതുന്നത്? ദിവ്യ, ഒരാഴ്ചയിലധികമായി ഈ ആനയ്ക്ക് പരിക്ക് ഏറ്റിട്ട് ആന ഒരാഴ്ചയിലധികമായി വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ ഈ ഡോക്ടർമാർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആനയ്ക്ക് രണ്ട് മുറിവുകൾ, അതായത് നെറ്റിയിൽ മസ്തകത്തിലാണ് ഈ മുറിവുള്ളത്. മറ്റ് ആനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇത്തരത്തിൽ പരിക്കേറ്റതെന്നാണ് വനംവകുപ്പ് നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ തൃശ്ശൂരിലെ ഡോക്ടർമാർ ഡേവിഡും ഇതിനും ഒപ്പം തന്നെ കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിലെ ഡോക്ടറായിട്ടുള്ള ബിനോയ്, ഈ മൂന്ന് പേരുമാണ് ഈ ആനയെ ചികിത്സിക്കുന്നതിനുള്ള ഒരു മേൽനോട്ടം നൽകിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ആനയെ കണ്ടെത്താൻ, അതായത് ആന കാനൊരു വനത്തിനുള്ളിലാണ്. അപ്പോൾ വനത്തിനുള്ളിൽ എവിടെയാണ് ആന എന്നുള്ള ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ആന നിരീക്ഷണത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആനയെ നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്താനായിട്ടില്ല. അതിരാവിലെ മുതൽ തന്നെ ഈ ആനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട്. ആനയുടെ പരിക്ക് അതീവ ഗുരുതരമുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആനയ്ക്ക് ചികിത്സ നൽകേണ്ടതുണ്ട്. കാരണം മസ്തകത്തിലെ മുറിവായതുകൊണ്ടും മുറിവ് ഉണങ്ങുന്നതിന് കുറച്ച് കാലതാമസം എടുക്കും. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ചികിത്സ നൽകേണ്ടതുണ്ട്. പക്ഷേ ഈ ആന അത്ര അവശതനല്ല. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. കാരണം അത്ര ഗുരുതരമായ അല്ലെങ്കിൽ അവശതയോടുകൂടിയുള്ള പ്രശ്നം ആനയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആന ഇത്ര ദൂരം നടക്കില്ല. ആനപ്പോൾ നടക്കുന്നുണ്ട്, സ്വമേധയാ തീറ്റയെടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നല്ല ലക്ഷണങ്ങൾ തന്നെയാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ ആനയെ കണ്ടെത്തി കുറച്ചുകൂടി, അതായത് അടുത്തെത്തി, ഒരുപക്ഷെ ഈ ആനയ്ക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്തതിന് അടുത്തെത്തി ചികിത്സ നൽകുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുള്ള മറ്റു മാർഗങ്ങളാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. ആദ്യം ഇന്ന് ആനയെ കണ്ടെത്തേണ്ടത്, അതിനുശേഷം ആയിരിക്കും ഇതിനുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിൽ ചികിത്സയിലേക്ക് പോകണമെന്ന കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെത്തുക. ദിവ്യ, മലയാറ്റൂർ അതിരപ്പള്ളി വനമേഖലയിലാണ് പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തിയത്. ആനയെ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കാനുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ വനമേഖലയിലുള്ള ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.